Divine Thoughts, a journey to the innermost recesses of our soul. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്ലീഹാകാലം 6-ാം ഞായറാഴ്ചത്തെ നമ്മുടെ സുവിശേഷ ഭാഗവും ലൂക്ക അറിയിച്ച സുവിശേഷം 12-ാം അധ്യായത്തിൽ നിന്ന് തന്നെയാണ്. കഴിഞ്ഞ ഞായറാഴ്ച ദൈവപരിപാലനയെ കുറിച്ച് നമ്മൾ ധ്യാനിച്ച ഭാഗത്തിന്റെ തുടർച്ചയായിട്ട് ആ അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് 12-ാം അധ്യായം 57-ാം വാക്യത്തില് ഇപ്രകാരം പറഞ്ഞുകൊണ്ടാണ് ഈശോ ഇന്നത്തെ സുവിശേഷ ഭാഗം ആരംഭിക്കുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ നീതിപൂർവം വിധിക്കാത്തത്? ഈ സമയം തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് കഴിയാത്തത് എന്തുകൊണ്ട്? അല്ലെങ്കിൽ ഈ കാലത്തെ വ്യാഖ്യാനിക്കാൻ നിങ്ങൾക്ക് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ട്? ഇതാണ് ആദ്യത്തെ വാചകം, 12-ാം അധ്യായം 57-ാം വാക്യം. ഇത് മനസ്സിലാകണമെങ്കിൽ ഇതിന് തൊട്ട് പിന്നാലെ വരുന്ന നമ്മൾ ഇന്ന് വായിക്കുന്ന ഭാഗവുമായി മാത്രം ബന്ധിപ്പിച്ച് മനസ്സിലാക്കിയാൽ പോരാ. അതിന് തൊട്ട് മുൻപുള്ള 54 മുതലുള്ള വാക്യങ്ങൾ കൂടി നമ്മൾ കൂട്ടി വായിക്കേണ്ടതുണ്ട്. 54 മുതലുള്ള വാക്യങ്ങളിൽ ഈശോ പറയുന്നുണ്ട്, പടിഞ്ഞാറ് മേഘമുയരുമ്പോൾ നിങ്ങൾ പറയുന്നു ഇതാ മഴ വരുന്നുവെന്ന്, തെക്കൻ കാറ്റ് വീശുമ്പോൾ പറയുന്നു ഉഷ്ണമുണ്ടാകുമെന്ന് പറയുന്നു. സാധിക്കുന്നുണ്ടല്ലോ ഭാവഭേദങ്ങൾ. പക്ഷെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ സമയം തിരിച്ചറിയാൻ കഴിയാത്തത് പോകുന്നത് എന്ന് ഈശോ ചോദിക്കുന്നുണ്ട്. അവിടെ ഈ സമയം തിരിച്ചറിയുവാൻ സാധിക്കാതെ പോകുന്നത്, സമയം എന്നത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം കൈറോസ് എന്നുള്ള ഗ്രീക്ക് പദമാണ്. ഈ പദം ഈശോയുടെ പരസ്യജീവിതത്തിന്റെ ആരംഭത്തിൽ അവിടുന്ന് ഉപയോഗിച്ച പദം തന്നെയാണ്. ഗലീലയിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഈശോ ആദ്യമായിട്ട് പറഞ്ഞത് സമയം പൂർത്തിയായിരിക്കുന്നു എന്നാണ്. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമ്മളത് കാണുന്നുണ്ട്. സമയം പൂർത്തിയായിരിക്കുന്നു. എന്തിനുള്ള സമയം പൂർത്തിയായിരിക്കുന്നു? മിശിഹായെക്കുറിച്ചുള്ള പഴയ നിയമ വാഗ്ദാനങ്ങൾ പൂർത്തിയാകുന്നതിനുള്ള സമയമായിരിക്കുന്നു. മിശിഹ ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു എന്നർത്ഥം. തൊട്ടു പിന്നാലെ അവിടുന്ന് കൂട്ടിച്ചേർത്തു, സമയം പൂർത്തിയായിരിക്കുന്നു, ദൈവരാജ്യം വന്നിരിക്കുന്നു. ദൈവരാജ്യം ഈശോയിൽ വന്നിരിക്കുന്നു. മനുഷ്യനായി അവതരിച്ച ഈശോയിൽ ദൈവം ഭരണം നടത്താൻ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ സമയത്തിന്റെ പ്രത്യേകത. ഇത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം, വിശ്വാസിക്ക് സാധിക്കണം, അല്ലെങ്കിൽ യഹൂദ ക്രൈസ്തവ സമൂഹങ്ങൾക്ക് സാധിക്കണമെന്ന് ഈശോ സമീപിച്ചിരിക്കുന്നത്. ഈ ദൈവം ഭരണം നടത്തുന്നു പുതിയ രീതിയിൽ തന്റെ പുത്രനായ ഈശോയിലൂടെ. അത് അധികാരം പ്രയോഗിക്കുന്ന ഭരണമല്ല, സ്നേഹത്തിന്റെ ഭരണമാണ്, ശാന്തിയുടേതാണ്, സമാധാനത്തിൻ്റെതാണ് എന്നെല്ലാം അവിടുന്ന് തൻ്റെ ജീവിതത്തിലൂടെ വ്യക്തമാക്കി. ഈ സമയം തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ട്? അതും എന്തുകൊണ്ട് നിങ്ങൾ നീതിപൂർവ്വം വിധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സമയത്തിന്റെ കാലത്തിന്റെ അടയാളങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നത് എന്ത് എന്ന് ചോദിക്കുമ്പോൾ ഈശോ ഉദ്ദേശിക്കുന്നത് ഇതാണ്. അതുകൊണ്ടാണ് സഭാപിതാവായ അഗസ്തീനോസ് പറയുന്നത്, യഥാർത്ഥ വിജ്ഞാനം എന്ന് പറയുന്നത് ഇത് സ്വീകാര്യമായ സമയമാണ് എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളതാണ്. അത് തിരിച്ചറിയാൻ സാധിക്കാതെ പോകുമ്പോഴാണ് പലപ്പോഴും യഥാർത്ഥമായ ജ്ഞാനമില്ലാതെ വരുന്നതും ഈ ലോകത്തിലെ വ്യാപാരങ്ങളിൽ മാത്രം മുഴുകി ജീവിക്കുന്നതെന്നാണ്. പൗലോസ്ലീഹ കൊരിന്തോസ്യർക്ക് എഴുതുന്ന ലേഖനം 2-ാം ലേഖനം 6-ാം അധ്യായം 2-ാം വാക്യത്തിൽ ഇതേക്കുറിച്ച് പറയുന്നുണ്ട്. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു, പൗലോസ്ലീഹ ഉദ്ധരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നാം ജീവിക്കുന്ന ഈ സമയമാണ് ഈശോയുടെ മനുഷ്യാവതാരം മുതൽ പരസ്യജീവിതത്തിന്റെ സ്വർഗാരോഹണം വരെയുള്ള കാലം മാത്രമല്ല, ഈശോയുടെ മനുഷ്യാവതാരം മുതൽ രണ്ടാമത്തെ വരവ് വരെയുള്ള സമയം മുഴുവനും നമ്മെ സംബന്ധിച്ച് രക്ഷയുടെ സമയമാണ്, രക്ഷയുടെ കൈറോസ് ആണ്. ഈ കൈറോസ് സമയം തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണമെന്നാണ് ഈ ഭാഗത്തിലൂടെ ഈശോ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇതേക്കുറിച്ച് ഈശോയാണ് ദൈവത്തിന്റെ രാജ്യം, ഈശോയിലാണ് ദൈവം ഭരണം നടത്താൻ ആരംഭിച്ചിരിക്കുന്നത്, ദൈവരാജ്യമാണ് അവിടുന്ന് സ്ഥാപിക്കുവാൻ വന്നത്, അവിടുന്ന് ആരംഭം കുറിച്ചത്. അതിൻ്റെ ആവിഷ്കാരമാണ് തിരുസഭയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നെല്ലാം അവിടുന്ന് വ്യക്തമാക്കുമ്പോൾ, അവിടുന്ന് ഇതിനെല്ലാം അവസാനം വിധിയാളനായി വരാനിരിക്കുന്നു, വീണ്ടും ഒരു വരവുണ്ട്. അപ്പോൾ നാം ഈ കാലത്ത് ഈശോയുടെ മനുഷ്യാവതാരം മുതൽ രണ്ടാമത്തെ ആഗമനം വരെയുള്ള കാലത്ത് ജീവിക്കുന്നവർ എപ്രകാരം ഈ സമയത്തോട് പ്രതികരിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഈശോ കാണിച്ചെന്ന വഴിയെ നടക്കുന്നവർ ജീവനിലേക്ക് പ്രവേശിക്കുന്നു, അല്ലാത്തവർക്ക് ആ ജീവൻ ലഭിക്കാതെ പോകുന്നു. അതാണല്ലോ അന്ത്യവിധിയിൽ സംഭവിക്കാൻ പോകുന്നത്. ഇതേക്കുറിച്ച് യെശയ്യാ നബിയ പറഞ്ഞിരുന്ന കാര്യം നമ്മൾ വായിക്കുന്നുണ്ട് 2-ാമത്തെ വായനയിൽ. യെശയ്യായുടെ പുസ്തകം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ
അന്ത്യനാളുകളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചാണല്ലോ പറയുന്നത്. കർത്താവിൻ്റെ ആലയം അവിടുത്തെ പർവ്വതങ്ങൾക്ക് മുകളിൽ ഉറപ്പിക്കപ്പെടുമെന്നാണ് പറയുന്നത്. എല്ലാ മലകളെക്കാൾ ആ മല, കർത്താവിൻ്റെ മല ഉയർത്തപ്പെടും. അവിടേക്ക് എല്ലാ ജനതകളും ഒഴുകിയെത്തും എന്നാണ് പ്രവാചകൻ പറയുന്നത്. അവൻ്റെ ഗിരിയിലേക്ക്, യാക്കോബിൻ്റെ ദൈവത്തിൻ്റെ ഭവനത്തിലേക്ക് പോകാമെന്ന് എല്ലാവരും പറയുന്ന സമയം വരും. എന്തിനു വേണ്ടിയാണ് ആ മലയിലേക്ക് പോകുന്നത്? മലകൾക്കെല്ലാം മുകളിൽ ഉയർത്തപ്പെടുന്ന ആ മലയിലേക്ക്, ഇവിടെയെല്ലാം മലയിലെ പ്രസംഗം, മലയുടെ മുകളിലിരുന്നു കൊണ്ട് ഈശോ നടത്തുന്ന പ്രഭാഷണമെല്ലാം ഈ പശ്ചാത്തലത്തിൽ വേണം കാണുവാൻ. എന്തിനാണ് ഈ പോകുന്നതെന്നും പ്രവാചകൻ പറയുന്നുണ്ട്. കർത്താവ് തൻ്റെ മാർഗങ്ങൾ നമ്മെ പഠിപ്പിക്കും. നമ്മൾ അവൻ്റെ വഴികളിൽ ചരിക്കുന്നതിനായിട്ട് അവൻ നമ്മെ പ്രബോധിപ്പിക്കും. നിയമം സിയോനിൽ നിന്ന് പുറപ്പെടും. കർത്താവിൻ്റെ 4-ാം വാക്യത്തിൽ ഏശയ്യാ പറയുന്നുണ്ട്, അവൻ ജനതകളുടെ മധ്യേ വിധി നടത്തും. അപ്പോൾ ഈ പ്രബോധനത്തോടൊപ്പം തന്നെ, വഴി കാണിച്ചു തരുന്നതോടൊപ്പം തന്നെ, നമ്മൾ ചരിക്കേണ്ട വഴി കാണിക്കുന്നതോടൊപ്പം തന്നെ, ഈ അന്ത്യദിനത്തിൽ മലമുകളിൽ ഉയർത്തപ്പെടാൻ പോകുന്ന ഈ മിശിഹായാകുന്ന ആ ദൈവത്തിൻ്റെ ഭരണം, ദൈവിക രാജാവ്, ദൈവഭരണം ഗാഗുൽത്താമലയിലാണല്ലോ അവിടുന്ന് ആ ദൗത്യത്തിൻ്റെ പൂർത്തീകരണം. അപ്പോൾ അതും ഒരു മലയിലാണ്. ആ മലയിൽ നിന്ന് അവിടുന്ന് ഭരണം നടത്തുകയാണ്. കുരിശിൽ അവിടുന്ന് ഭരിക്കുകയാണ് ചെയ്യുന്നത് ലോകം മുഴുവനെയും. അത് അധികാര പ്രയോഗത്തിൻ്റെതല്ല, ശൂന്യവൽക്കരണത്തിൻ്റെയും എല്ലാവർക്കുമായുള്ള സമർപ്പണത്തിൻ്റെതുമാണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ ഭരണം അത് ഒരു വിധി കൂടി ഉൾക്കൊള്ളുന്നുണ്ട്. അവിടുന്ന് നമ്മെ വഴി പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ജനതകളുടെ മധ്യേ അവിടുന്ന് വിധി നടത്തുമെന്നും ഏശയ്യാ പ്രവാചകൻ 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മൾ പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ഈ വഴി കാണിച്ചു തന്നിട്ടാണ്. ഈ വഴി കാണിച്ചു തരല് പഴയ നിയമത്തിൽ തന്നെ തുടങ്ങിയതാണ്, മോശയുടെ കാലത്ത് മുതൽ തുടങ്ങിയതാണ് എന്നുള്ളത് വ്യക്തമാക്കുന്നതാണല്ലോ ആദ്യത്തെ വായന. നമ്മുടെ നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്, ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും. എന്തിനു വേണ്ടിയാണ്? നമ്മൾ ജീവിക്കേണ്ടതിന് വേണ്ടിയാണ്. നമുക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ദേശം കൈവശമാക്കുന്നതിന് വേണ്ടിയാണ്. ഇത് രണ്ടും ഏകദേശം ഒരേ കാര്യം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ജീവിക്കുക എന്ന് പറഞ്ഞാൽ നിത്യം ജീവിക്കുക, ദൈവത്തോടൊപ്പം ജീവിക്കുക. നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ദേശം അത് ഇസ്രായേൽ ജനതയുടെ കാനാൻ ദേശമായിരുന്നെങ്കിൽ നമ്മെ സംബന്ധിച്ച് സ്വർഗീയ ജെറൂസലമാണ്. ഈ സ്വർഗീയ ഓർസലമിൽ നിത്യം ജീവിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് അവിടുത്തെ ചട്ടങ്ങളും ന്യായപ്രമാണങ്ങളും പാലിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് ദൈവത്തോട് ഒട്ടുചേർന്ന് നിൽക്കുന്നവർ ജീവിക്കും എന്നാണ് 4-ാം വാക്യത്തിൽ, നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമ്മൾ കാണും. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർ, ദൈവത്തോട് ഒട്ടുചേർന്ന് നിൽക്കുന്നവരാണ് എന്നും ജീവനുള്ളവരായിരിക്കുന്നത്. അപ്പോൾ ഇതുപോലൊരു ദൈവം ഏത് ജനത്തിനാണുള്ളതെന്ന് പ്രവാചകരുടെ മോശ ചോദിക്കുന്നുണ്ട് 7-ാം വാക്യത്തിൽ, 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ. ഇങ്ങനെയൊരു ജനം, വിളിക്കുമ്പോഴെത്തുന്ന ദൈവം, അങ്ങനെയൊരു ദൈവമുള്ള കർത്താവ്, നമ്മുടെ ദൈവമായ കർത്താവിനെ പോലെ ദൈവമായിട്ടുള്ള ഏത് ജനതയാണുള്ളത്? ഇതുപോലെയൊരു നീതിയുക്തമായ പ്രമാണങ്ങളും ചട്ടങ്ങളും ഏത് ജനതയ്ക്കാണ് ലഭിച്ചിട്ടുള്ളത്? അപ്പോൾ ഇസ്രായേൽ ജനതയുടെ പൂർത്തിയാകുന്നത് ഈശോയിലാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. അപ്പോൾ ഈ സമയം നമ്മൾ ജീവിക്കുന്നത് രക്ഷയുടെ സമയത്താണ്, സ്വീകാര്യമായ കാലത്താണ് എന്നുള്ളത്, ദിവസത്താണ് എന്നുള്ളത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം എന്നാണ് ഈശോ പറഞ്ഞു തുടങ്ങുന്നത്. എന്നിട്ട് അവിടെ നിന്ന് വ്യക്തമാക്കുകയാണ്, ന്യായാധിപന്റെ പക്കലേക്ക് ശത്രുവിൻ്റെ കൂടെ പോകുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ അവനുമായി രമ്യപ്പെട്ടുകൊള്ളുക എന്ന് പറഞ്ഞാൽ, അന്ത്യവിധിയുടെ സമയത്ത് നമുക്ക് അവിടം വരെ അധ്വാനിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനു മുമ്പ് നമ്മൾ രമ്യപ്പെടേണ്ടത്, അത് ആരോടെല്ലാം രമ്യപ്പെടേണ്ടതുണ്ടോ അവിടെയെല്ലാം രമ്യപ്പെട്ടുകൊണ്ട് നമ്മൾ അവിടുത്തെ വരവിനായി കാത്തിരിക്കണം. അത് ദൈവത്തോടുള്ള രമ്യപ്പെടലാണ്, സഹോദരരോടുള്ള രമ്യപ്പെടലാണ്. അപ്പോൾ നമ്മുടെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ശത്രു നമ്മുടെ കൂടെയുണ്ട്. നമ്മളെ എങ്ങനെ വിഴുങ്ങേണ്ടു എന്നുള്ളത് കാത്തുകൊണ്ട് അവൻ നമ്മുടെ ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ വേണ്ടിയുള്ള ശ്രമവുമായിട്ട് അവൻ കൂടെയുണ്ട്. അപ്പോൾ അധികാരിയുടെ പക്കലേക്ക് പോകുന്നെന്ന് പറയുമ്പോൾ, ന്യായാധിപന്റെ പക്കലേക്ക് പോകുന്നെന്ന് പറയുമ്പോൾ, അന്ത്യവിധിക്കായി പോകുന്ന നമ്മുടെ ആത്മാവിൻ്റെ യാത്രയെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് മഹാദൈവശാസ്ത്രജ്ഞ മാത്രമാണ്. അപ്പോൾ ഈ സാധ്യമായ സമയത്ത്, സ്വീകാര്യമായ ദിവസത്തിൽ നമ്മളത് സാധിക്കണം. അലക്സാണ്ട്രിയയിലെ സിറിൽ പിതാവ് പറയും, ദൈവം നീതിമാനാണ്, നീതിപൂർവ്വമാണ് അവിടുന്ന് വിധിക്കാൻ പോകുന്നത്, നീതിവിധിയാണ് അവിടെ നടത്താൻ പോകുന്നത്. പക്ഷേ അതേസമയം തന്നെ ഇപ്പോൾ അവിടെ നമുക്ക് സമയം തന്നിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ വേണ്ടി അനുതാപത്തിനുള്ള, മാനസാന്തരത്തിനുള്ള, നവീകരണത്തിനുള്ള സമയമാണ് അവിടെ നൽകിയത്. അത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗം കൂടിയാണ്. നീതിമാനായിരിക്കുന്ന അവിടുന്ന് അതിലേറെ അവിടുന്ന് കാരുണ്യവാൻ കൂടിയാണ് എന്നുള്ള സംഭവമാണ് അവിടെ സൂചിപ്പിക്കുന്നതെന്ന് അലക്സാണ്ട്രിയയിലെ സിറിൽ പറയും. അതുകൊണ്ടാണ് 13-ാം അധ്യായത്തിലെ ആദ്യത്തെ 5 വാക്യങ്ങളിൽ മാനസാന്തരപ്പെടുവിൻ എന്നുള്ള കാര്യം 2 പ്രാവശ്യം ആവർത്തിക്കും നമുക്ക് കാണാം.
അനുദപിക്കുന്നില്ലെങ്കിൽ നിങ്ങളും അതുപോലെ നശിക്കുമെന്നാണ് പറയുന്നത്. രണ്ട് സമകാലിക സംഭവങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടാണ്. പീലാത്തോസ് ഗലീലയിൽ നിന്ന് ജെറൂസലമിൽ ബലിയർപ്പിക്കാൻ വന്ന ചില ഗലീലിയരുടെ രക്തം ബലിയോടുകൂടി കലർത്തിയ സംഭവം ആരോ ഈശോയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ പറയുകയാണ്. ആ സംഭവം ഏതായിരുന്നു എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ സാധിക്കും. നാട്ടുരാജ്യങ്ങൾ അധിപനായിരുന്ന പീലാത്തോസ് ഗലീലിയുടെ അധിപനായിരുന്ന ഹെറോദോസുമായിട്ടൊക്കെ ശത്രുതയിലായിരുന്നു എന്നുള്ളതും ഈശോയുടെ വിചാരണയുടെ വേളയിലാണ് അവർ രമ്യതയിലായതെന്നുമൊക്കെ സുവിശേഷം രേഖപ്പെടുത്തുന്നുമുണ്ടല്ലോ. അപ്പോൾ ഈ ശത്രുതയുടെ ഭാഗമായിട്ടാണ് ഗലീലിക്കാര് ഓർസലമിൽ ബലിയർപ്പിക്കാൻ വന്നപ്പോൾ അവരെ പീലാത്തോസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പടയാളികൾ വധിച്ചു. അതാണ് ബലിയോടുകൂടി രക്തം കലർത്തപ്പെട്ടെന്ന് പറയുന്നത്. ഈ സംഭവം എടുത്തുകൊണ്ട് ഈശോ പറയുകയാണ്, അന്ന് ജീവിച്ചിരുന്നവരിൽ ഏറ്റവും വലിയ പാപികൾ അവരായിരുന്നത് കൊണ്ടല്ല അവർക്ക് ഇത് നേരിട്ടത്, മറിച്ച് അനുദപിക്കുന്നില്ല എന്ന് നിങ്ങൾക്കും അത് തന്നെ സംഭവിക്കും. അതുപോലെ ശീലോയാലെ ഗോപുരം ഇടിഞ്ഞു വീണ് അനേകർ മരിച്ചത് അത് അന്ന് ജീവിച്ചിരുന്നവരിൽ അവരാ ഏറ്റവും വലിയ പാപികളായിരുന്നത് കൊണ്ടല്ല, ഇതെല്ലാം നമുക്ക് അടയാളങ്ങളാണ് എന്ന് പറയുകയാണ്. നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ അടയാളങ്ങളാണ്. നമുക്ക് ഈ സമയത്ത് നമ്മൾ മാനസാന്തരം മാറ്റിവെക്കരുത്. നമുക്ക് ചുറ്റുമുള്ള ഈ അടയാളങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മാറ്റേണ്ട മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കണം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് എന്ന് സഭാപിതാവായ ക്രിസോസ്റ്റം പറയും. മാനസാന്തരം മാറ്റിവെക്കരുത് എന്നുള്ള പാഠമാണ് ഈ മരണവുമെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്ന് ക്രിസോസ്റ്റം പിതാവും പറയുന്നുണ്ട്. തുടർന്ന് 6 മുതലുള്ള വാക്യങ്ങളിൽ ഒരു മുന്തിരിത്തോട്ടത്തിൽ നട്ടുപിടിപ്പിക്കപ്പെട്ട അത്തിവൃക്ഷത്തിന്റെ കാര്യമാണല്ലോ പറയുന്നത്. മുന്തിരിത്തോട്ടത്തെ എപ്പോഴും ഇസ്രായേലിന്റെ പ്രതീകമായിട്ട് അവതരിപ്പിക്കാറുണ്ട്. ദൈവത്തിന്റെ പ്രത്യേക പരിപാലനയ്ക്ക് പാത്രമായിരുന്ന മുന്തിരിത്തോട്ടം. അതാണല്ലോ നമ്മൾ ഏഷ്യാട് തന്നെ പുസ്തകം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈശോ ആ ഉപമ തന്നെ പല സ്ഥലങ്ങളിൽ പറയുന്നത് നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കുന്നുണ്ട്. ദൈവത്തിന്റെ മുന്തിരിത്തോട്ടമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ജനം, ദൈവത്തിന്റെ ജനം. ഈ മുന്തിരിത്തോട്ടത്തിൽ നട്ടുപിടിപ്പിക്കപ്പെട്ട അത്തിവൃക്ഷത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എന്തൊരു വലിയ ആനുകൂല്യമാണ്. ഇസ്രായേൽ ജനം മുന്തിരിത്തോട്ടമാണെങ്കിൽ അവിടെ നട്ടുപിടിപ്പിക്കപ്പെട്ട അത്തിവൃക്ഷം വിജാതിയരിൽ നിന്ന്, ജനതകളിൽ നിന്ന് ദൈവജനത്തിന്റെ ഭാഗമാക്കി തീർക്കപ്പെട്ട നാം ഓരോരുത്തരുമാണ്. മറ്റ് ജനതകളാണ്. യഹൂദരല്ലാതിരുന്ന ജനതകളെയും ഈശോയുടെ വരവോടുകൂടി, ദൈവരാജ്യത്തിന്റെ ആഗമനത്തോടുകൂടി, ആ രക്ഷയുടെ കാലത്തിൽ, രക്ഷയുടെ കൈറോസിൽ അവരെയും ഈ ദൈവരാജ്യത്തിലേക്ക് ഉൾച്ചേർത്തു. നമ്മളും അതിന്റെ ഭാഗമായി തീർന്നു. അപ്പോൾ ഈ ഇസ്രായേലാകുന്ന മുന്തിരിത്തോട്ടത്തിൽ നടപ്പെട്ടിരിക്കുന്ന അത്തിവൃക്ഷമാണ് നമ്മളോട് ദൈവം കരുണ. ഈ കിളച്ച് വളമിടുന്നതിനെ കുറിച്ച്, ചുറ്റും കിളച്ച് വളമിടുന്നതിനെ കുറിച്ച് അഗസ്തീനോസ് പിതാവ് പറയുന്നത്, മിശിഹായുടെ പ്രബോധനങ്ങളും അവിടെ നിന്ന് നൽകുന്ന ചില പരീക്ഷണങ്ങളും, ശിക്ഷണത്തിനായി നൽകുന്ന ചില പരീക്ഷണങ്ങളുമൊക്കെ ഈ കിളച്ച് വളമിടലിന്റെ ഭാഗമാണ് എന്നാണ് അഗസ്തീനോസ് പിതാവ് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഉണ്ടായിട്ടും നമ്മൾ ഫലം പുറപ്പെടുവിക്കുന്നില്ല എങ്കിൽ, 3 വർഷക്കാലം എന്ന് പറയുമ്പോൾ സഭാപിതാക്കന്മാർ തന്നെ പറയും, ഇത് സൂചിപ്പിക്കുന്നത് വിവിധ കാലങ്ങളിലുള്ള പിതാക്കന്മാരുടെ, മോശയുടെ കാലത്തെ പ്രബോധനം പ്രവാചകന്മാരുടെ കാലത്തോട് ലഭിച്ചത് പിന്നെ ഈശോയുടെ കാലത്ത് നൽകപ്പെട്ടത്. അപ്പോൾ ആ വെളിപ്പെടുത്തലിന്റെ പ്രധാന ഘട്ടങ്ങൾ അതൊക്കെയായിരുന്നല്ലോ. പഴയ നിയമത്തിന്റെ 2 ഘട്ടങ്ങൾ, മോശയും പ്രവാചകന്മാരും, പിന്നെ അതിന്റെ പൂർത്തീകരണം ഈശോയിൽ. ഈ 3 ഘട്ടങ്ങളിലും നമ്മൾ ഫലം പുറപ്പെടുവിക്കാതിരുന്നാൽ, അതിനനുസരിച്ച് ജീവിക്കാതിരുന്നാൽ നമുക്ക് വലിയ ശിക്ഷയുണ്ടാകാം. അവിടെയും നമുക്ക് വേണ്ടി കൃഷിക്കാരൻ മാധ്യസ്ഥം വഹിക്കുന്നത് നമ്മൾ കാണും. 1 വർഷം കൂടി നിൽക്കട്ടെ. ഈ മാധ്യസ്ഥം വഹിക്കുന്ന കൃഷിക്കാരന്റെ സ്ഥാനത്ത് അത് ഈശോയുടെ തന്നെ മാധ്യസ്ഥ്യമാണെന്നാണ് ക്രിസോസ്റ്റം കരുണയ്ക്ക് വേണ്ടി യാചിച്ച് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന ഇടയനായ, മധ്യസ്ഥനായ ഈശോയാണ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കുന്നത്. യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ, അവിടെ നിന്നാണ് നമുക്ക് വേണ്ടിയുള്ള മധ്യസ്ഥൻ, നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന, പിതാവിന്റെ പക്കൽ മാധ്യസ്ഥം വഹിക്കുന്ന സഹായകൻ അവിടുന്ന് തന്നെയാണ് എന്ന് യോഹന്നാൻ 2-ാം അധ്യായം ആദ്യത്തെ വാക്യത്തിലും പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ പൗലോസ്ലീഹ കൊരിന്ത്യക്കാർക്ക് എഴുതുന്ന ലേഖനത്തിൽ പറയുന്ന ആ കാര്യം കൂടി നമുക്ക് ഓർക്കേണ്ടതുണ്ട്. ഇതിനോട് ചേർത്ത് പൗലോസ്ലീഹ പറയുകയാണ്, നമ്മൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ എന്ത് ചെയ്താലും, അതാണല്ലോ കൊരിന്ത്യക്കാർക്കുള്ള 1-ാം ലേഖനം 10-ാം അധ്യായം 31-ാം വാക്യത്തിൽ പറയുന്നത്, ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ എന്ത് ചെയ്താലും അത് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ചെയ്യണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതിനാണ് ഈ പ്രമാണങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വായനകൾ നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നത്, നമ്മൾ എപ്രകാരമാണ് ദൈവത്തിന്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട്
അരമുറുക്കി വിളക്ക് കൊളുത്തിയ പ്രകാരം നമ്മൾ ജാഗ്രതയോടെ കാത്തിരിക്കണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ സമയത്തിൻ്റെ, ഈ കൈറോസിൻ്റെ തിടുക്കം, സമയം സമാഗതമായിരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെടുവിൻ, സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. മർക്കോസ് 1:15. അപ്പോൾ സമയം, രക്ഷയുടെ സമയം ഇതാ വന്നു കഴിഞ്ഞിരിക്കുന്നു, ദൈവരാജ്യം വന്നിരിക്കുന്നു. അതുകൊണ്ട് മാനസാന്തരപ്പെടുക, ഈശോയിൽ വിശ്വസിക്കുക, ഈശോയിൽ വിശ്വസിച്ച് അതിനനുസൃതമായ ജീവിതം നയിക്കുക. അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താണ്? ഈ സമയത്തിൻ്റെ, കൈറോസിൻ്റെ തിടുക്കം, എർജൻസി മനസ്സിലാക്കി പ്രവർത്തിക്കുക. മൂന്നാമത്തെ കാര്യം, മാനസാന്തരം മാറ്റിവെക്കരുത്. നമുക്ക് ചുറ്റുമുള്ള അടയാളങ്ങൾ ആണ് പല സംഭവങ്ങളും. ആ സംഭവങ്ങൾ അടയാളങ്ങളായി തന്നെ കണ്ട് അത് എന്താണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ മാറ്റം വരുത്തുക, മാനസാന്തരപ്പെടുക, മാനസാന്തരത്തെ